ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഓറഞ്ച് വെൽവെറ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെഡ് വെൽവെറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് എൻ്റെ ഫ്രോസ്റ്റിങ്, പക്ഷെ ഒരു ഓറഞ്ച് കളർ അത്രയേ ഉള്ളൂ. ഒരു റെഡിനേക്കാളും ഒരു കാണാൻ വേറൊരു ടൈപ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചീസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ചീസാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരിയില്ല വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ എന്താ പറയുക വേയും അതിൻ്റെ ആ ക്രീമൊക്കെ വേർതിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇപ്പം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് ചൂടാറണം, എന്നിട്ട് മാത്രമേ നമുക്ക് ക്രീമി ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ക്രീമിലാക്കുന്നതാണല്ലോ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, എന്നിട്ട് അതിലേക്ക് ക്രീം പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ആ വേയില്ലേ, അതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ വേസ്റ്റായിട്ട് വന്ന സംഭവം വെള്ളം പോലത്തെ അതിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ക്രീമി ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യട്ടോ, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴുള്ള ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഞാൻ അരിച്ചെടുത്തതിന് ശേഷമാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത്. എന്ന് വെച്ചാൽ ഫൈനായിട്ടുള്ള കൊക്കോ പൗഡർ ആയതുകൊണ്ട് ഇതിലേക്ക് ചേർക്കണമെന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് 3-4 തവണ അരിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ, അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മുട്ട ബീറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കിലോയുടെ 1.25 കിലോളം ഉണ്ട് കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊരു പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ആണെങ്കിൽ 1 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ 1.25 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി അതും നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടണം. ഞാനിപ്പോൾ ഇതിൽ മുട്ടയുടെ മഞ്ഞൊന്നും വേർതിരിച്ചിട്ടില്ല, അല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മഞ്ഞൊന്നും വേർതിരിച്ചിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുക്കുക. അപ്പോൾ ഇപ്പം നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് നമ്മുടെ സാധാരണ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വെൽവെറ്റ് കേക്കിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബട്ടർ, അതുപോലെ തന്നെ ബട്ടർ മിൽക്ക്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ക്രീം ചീസും അതുമാണ് ഇത്. അപ്പോൾ ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ ഫ്ലഫി നന്നായിട്ട് പോയി പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബട്ടർ മിൽക്ക് എന്ന് വെച്ചാൽ ചൂട് പാലിൽ 1/4 കപ്പ് ചൂട് പാലിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടാണ് ഞാൻ ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഒരു 3-4 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഇളക്കിയെടുക്കണം. ഇത് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ കളറുണ്ട്. അപ്പോൾ ആ സൂപ്പർ റെഡ് 3-4 ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഓറഞ്ച് കളർ കിട്ടും. നമുക്ക് നല്ല റെഡിഷ് കളർ വേണ്ടല്ലോ, അപ്പോൾ ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ റെഡ് ഇങ്ങനെ ചെയ്താൽ മതി. അതിലും ലൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിങ്ക് കളറായിട്ട് വരും. അപ്പോൾ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കളർ അല്പം എന്താ പറയുക അതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ട് കുറവെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരുമിച്ച് ഒരുപാട് ആഡ് ചെയ്യണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ബേക്കിംഗ് ട്രേയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം കുറച്ചൊന്ന് പൊട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ആ ഭാഗം എന്തായാലും കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്തെടുത്ത്, അപ്പോൾ ഇനി റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് കിട്ടും നമ്മൾ കൈ കൊണ്ട് പൊടിക്കുന്നതിനേക്കാളും. കാരണം നമുക്കിതിൻ്റെ എന്താ പറയുക ഡെക്കറേഷൻ ഇത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും കേക്ക്. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ എന്താ പറയുക നേരത്തെ നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഈ കേക്കിന് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആസ് യൂഷ്വൽ എന്താ പറയുക ബേസിൽ നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ കേക്ക് വെക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം എന്താണ് നമ്മൾ ഷുഗർ സിറപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി എന്നിങ്ങനെയാണ്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം കേട്ടോ, എങ്കിൽ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ 1ാമത്തെ ലെയർ ഫിക്സ് ചെയ്തു, ഇനി 2ാമത്തെ ലെയറിലേക്ക് എടുക്കണം. അപ്പോൾ അതും കൂടെ ഫിക്സ് ചെയ്തു. ഇനി അതിൻ്റെ മേലെയും ക്രീം വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് 3 ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ നമ്മൾ സിറപ്പ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഈ കേക്കിലേക്ക് യൂസ് ചെയ്യണം, എങ്കിൽ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നമ്മളെ കേക്ക് ഇരിക്കും. അപ്പോൾ 3 ലെയർ ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിലോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിലോ വെക്കാവുന്നതാണ്. ഫ്രീസറിലാണെങ്കിൽ അരമണിക്കൂറിൽ കൂടാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ടച്ചിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ എന്താ പറയുക ഫിനിഷിംഗ് ആയിട്ടുള്ള ക്രീം കോട്ടിങ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം അവിടെ ഇവിടെ ഒക്കെ ആക്കിയിട്ട് ഒരു ഫ്ലവർ ആക്കിയിട്ട് കൊടുക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൂടി വെച്ചതൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ എന്താ പറയുക ക്രംസ് വെതറി കൊടുക്കുകയാണ്. ഇപ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഡാർക്ക് വെൽവെറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതുപോലെ കാണാൻ നല്ല ഡാർക്ക് കളറായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബീഡ്സൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് ഫ്ലവർ ഡിസൈൻസൊക്കെ കൊടുത്ത് സിമ്പിളായിട്ടുള്ള പക്ഷെ കാണാൻ നല്ല ലുക്കുള്ള നല്ല വെൽവെറ്റ് എന്താ പറയുക റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റും കൂടെ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.